Assalamualaikum. Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ ജമ്പർ ആണ് കാണിക്കുന്നത്. ജമ്പർ എന്ന് പറഞ്ഞാൽ ഉമ്മാമാരൊക്കെ ഇടുന്ന ഒരു തരം ഡ്രസ്സാണ്. ഒപ്പനക്കൊക്കെ യൂസ് ചെയ്യുന്ന കുപ്പായം. അതിനായിട്ട് ആദ്യം അളവെടുക്കണം. അളവെടുക്കാനായിട്ട് ഞാൻ ഒരു ജമ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. ഒരു ഷോൾഡർ മുതൽ ഈ വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് 21 ഇഞ്ചാണ് കിട്ടിയത്. 21ൻ്റെ അപ്പുറം കൂടെ 2 ഇഞ്ച് കൂട്ടണം. സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 23 ഇഞ്ച് കിട്ടി. ഇനി ഷോൾഡറാണ്. ഷോൾഡർ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ബാക്കിൽ നിന്നാണ്, ബാക്ക് ഷോൾഡറിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. ഒരു സ്റ്റിച്ചിൽ നിന്ന് ഇപ്പുറത്തെ ആ ഒരു ജോയിൻറ്റിൻ്റെ സ്റ്റിച്ച് വരെയാണ് മെഷർ ചെയ്യുന്നത്. 13 ഇഞ്ചാണ് ഇപ്പോൾ വന്നത്. നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് 13ൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. 6.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടണം. അപ്പം 6.5 പ്ലസ് ഹാഫ് 7 ഇഞ്ച് ഷോൾഡർ. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റിനാണെങ്കിൽ ഇത് ബട്ടൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ബട്ടൺസുള്ള സൈഡ് മുതൽ ആം ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരെയാണ് മെഷർ ചെയ്യുന്നത്. ഇതിപ്പോൾ 11 ഇഞ്ചാണ് കിട്ടിയത്. 11 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് ചെസ്റ്റ് വന്നത്. ഇനി നെക്ക് വിഡ്ത്താണ്. ഈ 2 പോയിൻറ്റിലേക്കാണ് എടുക്കേണ്ടത്. 4 ഇഞ്ചാണ് വന്നത്. നമ്മൾ ഫോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 ഇഞ്ച് എടുക്കാം. അതിനുശേഷം ലെങ്ത്ത് ഇതുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. 3.5 ഇഞ്ചാണ് വന്നത്. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ച്. ഇനി ബാക്ക് ലെങ്ത്ത്, ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് 2. അടുത്തത് കൈ നീളമാണ്. കൈ നീളം ഈ ഷോൾഡറിൻ്റെ ഇരുന്നതിൽ കൈൻ്റെ അറ്റം വരെയാണ് നോക്കേണ്ടത്. 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടിയിട്ട് 17 ഇഞ്ചാണ് കൈ നീളം. ഇനി കൈ വീതി ഇതുപോലെ മെഷർ ചെയ്യേണ്ടത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടി കൂട്ടിയിട്ട് 9.5 ഇഞ്ചാണ് കൈ വീതി വന്നത്. ഇനി ടെക്കിന് ആവശ്യമായിട്ട് ഷോൾഡർ മുതൽ ടെക്ക് വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എടുക്കാം. 8.5 ഇഞ്ച്. ഇനി ടെക്ക് എത്ര ഇഞ്ചിലാണെന്ന് നോക്കാം. 7.5 ഇഞ്ച് വരെയാണ് ടെക്ക് ഉള്ളത്. ഇതും കൂടി ഇതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തത്. വീതി 12 ഇഞ്ചാണ്. അതിനാദ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 23 ഇഞ്ച് നീളത്തിലും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. 23 ഇഞ്ചുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 7 ഇഞ്ച്. അതിനുശേഷം ആം ഹോളാണ്. ആം ഹോള് 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിൻ്റെ അടുത്ത് തന്നെ ഒന്നുകൂടെ ആ 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ രണ്ടൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 2 പോയിൻ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് 12 ഇഞ്ച്. അതും കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി ആം ഹോളിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കേർവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ബോട്ടത്തിലും അതുപോലെ തന്നെ 12 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. രണ്ടും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നെക്കാണ്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച്. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചാണ്. അതും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്യാം. ആ 2.5 ഇഞ്ചിൻ്റെ അടുത്ത് ഒന്ന് 3.5 മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ബാക്ക് നെക്ക് 2 ഇഞ്ച് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അവിടെ ഒന്ന് കേർവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ ആ ഒരു സൈഡിലായിട്ട് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഇനി കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നെക്കാണ്, ഇത് ബാക്ക് നെക്കാണ്. ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അതിന് വേണ്ടിക്ക് ഫസ്റ്റ് ലെയർ മാത്രം എടുത്തിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത്, മറ്റേത് എടുക്കാൻ പാടില്ല. അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇനി ആ ഷോൾഡറിൻ്റെ ഭാഗം ആ ഒരു 1/2 ഇഞ്ച് താഴ്ത്തതും കട്ട് ചെയ്യാം. ഇനി ആം ഹോൾ കട്ട് ചെയ്യാം. ഇനി ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ടക്ക് അടിക്കാനായിട്ട് ഫോൾഡ് ചെയ്യണം. ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് ഇവിടെയായിട്ട്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അമർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. 8.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. ഇനി 7.5 ഇഞ്ച് വരെയാണ് ടക്ക് അടിക്കേണ്ടത്. ഈ 2 പോയിൻറ്റിലേക്ക് അതിൻ്റെ ബാക്ക് വശത്തും കൂടി അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8.5 ഇഞ്ച്, അതിന് ശേഷം 7.5 ഇഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിലും കൂടി ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ട് നെക്ക് മുതൽ ബോട്ടം വരെ അതിൻ്റെ മിഡിലായിട്ട് കട്ട് ചെയ്യാം. ബട്ടൺസ് വെക്കാനായിട്ടാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആം ഹോളിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോളം കയറ്റിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി കൈക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. കൈയുടെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. അത് 2 സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടൊന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി വീതി 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്യാം. ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കേവാക്കി കൊടുക്കാം. അതിനുശേഷം 6.5 ഇഞ്ച്, 5.5 ആണ് 1 ഇഞ്ച് സ്റ്റിച്ചിങ്, അതിന് വേണ്ടി 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇങ്ങനെയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം 2 ഫ്രണ്ട് പാർട്ടിൻ്റെ കൈയിൻ്റെ ഇതും ജസ്റ്റ് ഒന്ന് 1/4 ഇഞ്ചൊന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ടക്കാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2 പോയിൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 3 കൂടി വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ വരച്ച ലൈനിലേക്ക് കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടക്ക് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടൺസ് വെക്കാനായിട്ട് 1.5 ഇഞ്ചും ബട്ടൺ ഹോൾ വെക്കാനായിട്ട് 2 ഇഞ്ചും ഇതുപോലത്തെ പ്ലീറ്റ് എടുക്കാം. അതിനുശേഷം സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേതും ചെയ്യാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് ഒന്നിങ്ങനെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ പ്രസ് ചെയ്തിട്ട് എന്നെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം.
ഇതാണ് ബട്ടൺസ് വെക്കുന്ന ആ ഒരു സൈഡ്. മറ്റേത് ബട്ടൺ ഹോൾ വെക്കുന്നതാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 തവണ ഫോൾഡ് ചെയ്യാം. ഒരു 1/4 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഇനി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കണ്ടോ, നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഫിനിഷിങ് കൂടുതലായിട്ട് ഉണ്ടാവുക. സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളത് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബട്ടൺസിൻ്റെ ഹോൾസ് വെക്കുന്നത് അതുപോലെ തന്നെ ഞാനവിടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ചോളം അകത്തോട്ടേക്ക് മടക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക. അതിന് ശേഷം ആ ഒരു പോയിൻറ്റിലേക്ക്, ആ സ്റ്റിച്ച് ചെയ്ത ആ പോയിൻറ്റിലേക്ക് വരെ മടക്കുക. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം ഭാഗം മടക്കി കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ച് വരെ ഒന്നുകൂടെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലത്തെ പോർഷൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് നേരെയാക്കി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു മിഡിലായിട്ട് നടുക്കായിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചിട്ട് അതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഷോൾഡറും രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ അടുത്ത് പൈപ്പിംഗ് നോക്കണം. ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തത്. 1.5 ഇഞ്ചാണ് വീതി, ക്രോസ് പീസിൻ്റെ വീതി. അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ഡയറക്റ്റ് നെക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം എന്നില്ല, ഇത് ഓപ്ഷനിലാണ്. ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആ സ്റ്റിച്ചിന് ടച്ച് ചെയ്യാത്ത രീതിയിൽ അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ പൈപ്പിങ്ങിന് വെച്ചതും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിന് ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അവിടെ കട്ട് ചെയ്ത ശേഷം ആ സ്റ്റിച്ചിൻ്റെ ആ ജോയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത ശേഷം അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത ശേഷം ആ പൈപ്പിംഗ് വെച്ചത് ആ നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈയുടെ ഭാഗമാണ് നോക്കേണ്ടത്. കൈയിൻ്റെ ബോട്ടം പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 2 ക്ലോത്തിൻ്റെയും മോശം പാർട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ബോട്ടം മോശം പാർട്ടിലേക്കാണ് മടക്കേണ്ടത്. ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1 ഇഞ്ചും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ കൈയും കൂടി ചെയ്യാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 കൈയും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ഫ്രണ്ട് പാർട്ടിലാണ് ഫ്രണ്ടിലേക്ക് കൊണ്ട് നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഫ്രണ്ടിൽ വേണം. അതൊന്ന് ശ്രദ്ധിക്കുക. 2ൻ്റെയും മിഡിൽ ഭാഗത്ത് വെച്ചിട്ടാണ് ഓരോ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കൂട്ടിയടിക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6.5 ഇഞ്ച് മുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. 6.5 ഇഞ്ച് കൈയിൻ്റെ പാർട്ട് 6.5 ഇഞ്ചാണെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അത് തൊട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ അടിച്ചു. ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതിയാവും. ഇത് 6.5-യിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി മുകളിൽ നമ്മൾ 8.5 പറഞ്ഞത്. അപ്പോൾ 6.5-ൽ നിന്ന് 8.5-യിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അവിടെ ഒരു ലൈൻ വരക്കുന്നുണ്ടെങ്കിൽ വരക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. സൈഡിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം 1 ഇഞ്ചും കൂടി ഫോൾഡ് ചെയ്തിട്ടാണ് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. ബോട്ടം പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺസും അതുപോലെ തന്നെ ബട്ടൺ ഹോളാണ് വെക്കാനുള്ളത്. ഞാനിവിടെ ബട്ടൺസും അതുപോലെ തന്നെ ബട്ടൺ ഹോളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺസും ബട്ടൺ ഹോളും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പം കുറച്ച് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.